അങ്ങനെ അവസാനം നമ്മൾ ആ കാർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിതമായ 100% ഇന്ത്യയിൽ നിർമ്മിച്ച ഈവ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ വെറും 4 ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണക്കാരന് സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു സാധാരണക്കാർക്ക് എവിടെയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ. ഇതാ വന്നു കഴിഞ്ഞു. 4 ലക്ഷം മുതൽ ആരംഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനം. ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ഈ ഒരു കാറ് ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈവ ഇന്ത്യ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഇതിൻ്റെ സോളാറാണ്. ലോകത്തെ ആദ്യത്തെ സോളാർ കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു 10 to 12 കിലോമീറ്റർ ഈ ഒരു സോളാറിൻ്റെ ചാർജിൽ ഇതോടും. ബാക്കി നമ്മൾ ചാർജ് ചെയ്യണം. എന്നാൽ ഒരു 10-12 കിലോമീറ്റർ ഒരു ദിവസം നമുക്ക് യാത്ര ഉള്ളൂ എങ്കിൽ, ഒരു സിറ്റി ടൂറൊക്കെ ആണെങ്കിൽ ഒരു സിറ്റിയിൽ പോവുക, അവിടെ പോയിട്ട് വരിക, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ, കുഞ്ഞ് അങ്ങാടിയിൽ പോയിട്ട് വരാനൊക്കെ ഈ ഒരു കാറ് ധാരാളം മതി. കാരണം പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. 10-12 കിലോമീറ്റർ സോളാറിൽ നിന്ന് കിട്ടും. പിന്നെ കറണ്ടിൽ ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ മുതൽ 350 കിലോമീറ്റർ വരെയുള്ള ബാറ്ററി പാക്ക് ഇതിൻ്റെ കൂടെയുണ്ട്. അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു കാറിന് ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ റെൻറ്റഡ് ബാറ്ററി എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിനുമുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കാണാൻ പറ്റും. 3 സീറ്റാണുള്ളത്. ടോട്ടൽ 3 സീറ്റ്. അത്യാവശ്യം നന്നായിട്ട് ഒരു 3 സീറ്റ് ആണെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അകത്തേക്കൊണ്ട് ഇരിക്കുമ്പോൾ നല്ല കാലൊക്കെ നീട്ടാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അത് അടിപൊളി. ഓക്കെ ഓക്കെ. സീറ്റൊക്കെ മറിക്കാറോ അല്ലേ? ഓക്കെ ഓക്കെ. ഒരു വലിയ വണ്ടിയുടെ ഫീലിംഗ് ഒക്കെ അതിനകത്ത് കയറുമ്പോണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ക്യൂട്ടാണെങ്കിലും അകത്ത് കുറേയും കൂടിയൊക്കെ ഇതുണ്ട്. പിന്നെ സിംഗിൾ നോബ് അസിസ്റ്റൻറ്റ് എല്ലാം ഇവിടെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ മാത്രം കാറിൻ്റെ ഫ്രണ്ടിൽ ആണ് ഇവിടെയാണുള്ളത്. ഓക്കെ. ഫുള്ള് ഇത് ഇല്ല, ഇതിലൊരു ടച്ച് ഫങ്ഷൻ വരുന്നില്ല. എന്താ പോലെ ഇതിൽ അതർവൈസ് ഉണ്ടാവും അല്ലേ? ടച്ച് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഫോണ് മൊത്തം പെയർ ചെയ്യാൻ പറ്റും. GPS മാപ്പ് ഉണ്ട്, നാവിഗേറ്റർ ഉണ്ട്, എല്ലാ ഫീച്ചറും ഉള്ള ഒരു പാവപ്പെട്ടവൻ്റെ ലക്ഷറി വണ്ടി. ദാറ്റ്സ് ഗുഡ്. ഐസ് ബോക്സ് ഓപ്പൺ ചെയ്യണ്ട. ചിൽ ബോക്സ്. അതിൻ്റെ ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. നമുക്ക് ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം. എത്രത്തോളം ഇങ്ങനെ ഹൈറ്റ് നോക്കാം. നമ്മൾ ഭൂമിയിൽ നിന്നിട്ടുള്ള ഈ ഹൈറ്റാണ് ഇപ്പോൾ ഈ കടന്നു നോക്കണമാൻ. ശരിക്കും ഈ ഒരു ഹൈറ്റ്. അപ്പോൾ ഒരു സ്വല്പം ഒന്നിങ്ങനെ കുനിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഞാൻ ഒരുപാട് സീറ്റ് ഇങ്ങോട്ട് മറിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. 2 പേഴ്സൺ ഈസി ആയിട്ട് ഇരിക്കുക, നല്ല റിലാക്സ്. പക്ഷെ ഹൈറ്റ് പോരാ. തല ഇങ്ങനെ ജസ്റ്റ് മുട്ടില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്ന് നോക്കാം. ഒരു ലോങ് ജേർണി വെഹിക്കിൾ അല്ലല്ലോ, ഒരു ഷോർട്ട് ജേർണി വെഹിക്കിളാണ്. ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് 50-100 കിലോമീറ്ററിലേക്കൊക്കെ പോകുന്നൊരു വെഹിക്കിളാണ്. എനിവേ ഇതിൽ പിന്നെ 250 കിലോമീറ്റർ ഒരു ചാർജിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതലുള്ളതും ഉണ്ട്. പിന്നെ 10-12 കിലോമീറ്റർ സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് കിട്ടും. ഇപ്പോൾ ഡേ ടൈം ഒരു 8 മണിക്കൂർ നമുക്ക് സോളാർ കിട്ടും. അതും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ പറയുന്ന 250 കിലോമീറ്റർ എന്ന് പറയുന്നത്. 3 ടൈപ്പ് വേരിയൻ്റ് ആണുള്ളത്. ഒരു 3.5 ലക്ഷം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാവപ്പെട്ടവൻ്റെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് വരുമെന്ന് പല പ്രേക്ഷകരും എന്നോട് ചോദിച്ചു. ഇതാ വന്നു കഴിഞ്ഞു. ഇന്ത്യൻ നിർമ്മിതമായ അഭിമാനിക്കാവുന്ന ഇവ എന്ന വണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ ആദ്യത്തെ റേവ എന്നതും ഒരു ഇവ എന്നൊരു മോഡലാണ്. ഇവരുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ഈവൻ്റെ പുറത്ത് കുറച്ച് ഫീച്ചറുകൾ കാണാം. ഡിക്കി എങ്ങനെയാണ് തുറക്കുന്നത്? ഓക്കെ ഓക്കെ. ചെറിയൊരു ബൂട്ട് സ്പേസ് ഇതിനകത്തുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള. പിന്നെ ഈ സാധനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇതാണ് മറിച്ചിടാമല്ലോ അല്ലേ? യെസ്, ഇവിടെ ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഒരു 250 ലിറ്റർ സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോകാം. ഒരാൾ ഒറ്റയ്ക്കാണ് ഈ വണ്ടിയിൽ എങ്കിലും നമുക്കൊരു സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനും പറ്റും. ദാറ്റ്സ് ഗുഡ്. ഡിഫറെൻ്റായ 6 കളറുകൾ അല്ലേ?
6 കളറുകളിലായിട്ട് അവൈലബിൾ ആണ്. ബുക്കിംഗ്. ഓക്കെ, സിംഗിൾ വൈപ്പർ ഇവിടെ തുറക്കാൻ പറ്റുമോ? ഇതിനകത്തൊന്നുമില്ല, എൻജിന് കൺട്രോൾ മാത്രമാണ്, ഇതിനകത്തൊന്നുമില്ല. എനിവേ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതുവരെ കാത്തിരുന്ന, ഇന്ത്യക്കാർ ഇതുവരെ കാത്തിരുന്ന, അല്ലെങ്കിൽ ലോകത്താദ്യമായി ഒരു സോളാർ കാർ എപ്പോൾ ഇറങ്ങുമെന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു. എന്നാൽ സോളാറിൽ കാർ ഓടില്ല, സോളാർ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി ആയിട്ട് ഇതാ സോളാറിലും കാർ ഓടും. പക്ഷേ പൂർണ്ണമായും സോളാറിലല്ല, സോളാർ ചാർജറിൽ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും സോളാറിൽ ഇന്ന് വരെ ലോകത്തൊരു കാർ ഓടിയിട്ടില്ല. പ്രയാസമാണ്. കാരണം പകൽ നേരത്ത് കാർമേഘം വന്നാൽ രാത്രി സമയത്തോ നമ്മളെങ്ങനെ വണ്ടി ഓടും? അപ്പോൾ ബാറ്ററി ചാർജിങ് ഇല്ലാതെ ഒരു കാറും സോളാറിൽ ഓടാൻ കഴിയില്ല. എന്നാൽ ഇതാ മൾട്ടി പർപ്പസ് വെഹിക്കിൾ സോളാറിലും ബാറ്ററിയിലും ഓടുന്ന വെഹിക്കിൾ എത്തിയിട്ടുണ്ട്. വീൽ സ്പേസ് ഉണ്ട്, വലുപ്പമുണ്ട്, ടയറൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു ഇലക്ട്രോണിക് ലുക്കാണ് ഇതിൻ്റെ ടയറിന് കൊടുത്തിട്ടുള്ളത്. യെസ്, എങ്ങനെ നമ്മൾ ആദ്യത്തെ EV കണ്ടില്ലേ? സോളാറിലോടുള്ള EV ഇല്ല എന്ന് പറഞ്ഞ് വന്നില്ലേ? ഓക്കെ, വെഹിക്കിൾ എത്തിയിട്ടുണ്ട്. അതും അഭിമാനിക്കാവുന്ന ഇന്ത്യൻ നിർമ്മിതമായ ഈ കാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴത്തുള്ള ആ ഡീറ്റെയിൽ ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഹംസ 5 മുക്കിൽ 2.